നടിയെ ആക്രമിച്ച കേസിൽ ഇനിയും വഴിത്തിരിവുകളുണ്ടെന്ന് അന്വേഷണ സംഘം. കേസിൽ ദിലീപിനെ കൂടാതെ മറ്റാരെങ്കിലും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഇന്നലെ DGP ലോക്നാഥ് ബെഹ്റയും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും നിഷേധിച്ചിരുന്നില്ല. കേസിലെ കൊട്ടേഷൻ കൊടുത്തത് ദിലീപ് കൂടാതെ പൾസർ സുനി പ്രതിപാദിച്ച മാഡത്തിലേക്കും അന്വേഷണം നീളുന്നതായാണ് വിവരം. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയാനാകില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. ദിലീപിന് പിന്നാലെ ഭാര്യയും നടിയുമായ കാവ്യ മാധവൻ, അമ്മ ശ്യാമള, ഒരു യുവനടി എന്നിവർക്കെതിരെയും കുരുക്കുകൾ മുറുകുന്നതായാണ് വിവരം. ഇവരെ ഇതുവരെയും പ്രതികളാക്കിയിട്ടില്ലെങ്കിലും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും സൂചനയുണ്ട്. അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ വെളിപ്പെടുത്തിയ മാഡം എന്ന കഥാപാത്രം ഇവരിൽ ആരെങ്കിലും ആണെന്ന അഭ്യൂഹങ്ങളും വ്യാപകമാണ്. എന്നാൽ ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നിഗമനത്തിലെത്താൻ കഴിയൂ എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. എന്നാൽ പൾസർ സുനിയും കാവ്യ മാധവനും തമ്മിൽ വർഷങ്ങൾ നീണ്ട ബന്ധമുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം കേസിലെ മുഖ്യപ്രതി പൾസർ സുനി കാവ്യയുടെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ എത്തിയതായി തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 2.5 ലക്ഷം രൂപയുടെ കണക്കിൽപ്പെടാത്ത ഇടപാട് അന്നേ ദിവസം പോലീസ് ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് കാവ്യയ്ക്കും അമ്മയ്ക്കും കുരുക്കാകുമെന്നും ഉറപ്പാണെന്നാണ് വിലയിരുത്തൽ. കാവ്യയുടെ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ സഹോദരനും മറുപടി പറയേണ്ടി വരും. ഒരു ഗൂഢാലോചനയും തങ്ങൾക്ക് പങ്കില്ലെന്നാണ് കാവ്യയുടെ കുടുംബം തറപ്പിച്ച് പറയുന്നതെങ്കിലും പോലീസ് അത് മുഖവിലക്കെടുത്തിട്ടില്ലെന്നാണ് സൂചനകൾ.